സമർപ്പയാമി. ദീപമാണ്. ദീപം അതേപോലെ തന്നെയാണ് ഇവിടെ എഴുതിക്കാണുന്നത്. ദീപം സമർപ്പയാമി, ദീപം സമർപ്പയാമി, ദീപം സമർപ്പയാമി, ദീപം സമർപ്പയാമി, ദീപം സമർപ്പയാമി. കുറച്ച് പുഷ്പം എടുത്താണ്, കുറച്ച് രീതികളുണ്ട്. പുഷ്പം എടുത്തിട്ട് ആ പിണ്ടത്തിന്റെ ചുറ്റിനോട് കുറേശ്ശെ വിവരകൃതി പുഷ്പാണി സമർപ്പയാമി, പുഷ്പാണി സമർപ്പയാമി, പുഷ്പാണി സമർപ്പയാമി. ചോറ് വിളമ്പി തന്നിരുന്ന ഇല കയ്യിലെടുത്ത് കുമ്പിള് മാതിരിയാക്കി കഞ്ഞി കുടിക്കാൻ പ്ലാവലം തൊട്ടില്ല, അതേപോലെ നോക്കിയാൽ പാലും ജലവും കൂടെ ചേർത്ത മിശ്രം തന്നിട്ടുണ്ട്. അത് കുറച്ച് ഒഴിച്ച് കുമ്പിളിലോട്ട് ഒഴിച്ച് അതിന്റെ ചെവിട് പൊട്ടിക്കുക. പൊട്ടിച്ചില്ലേ പോലും അതിൽ കൂടെ ചോർത്ത് വീഴും. ആ വീഴുന്ന മിശ്രിതം പിണ്ടത്തിന്റെ ചുറ്റിലുമായിട്ട് കുറേശ്ശെ ഒഴിച്ച് വീട് കഴിയുമ്പോൾ ആ ഇല നിവർത്തി പിണ്ടത്തിന്റെ മുകളിലേക്ക് കമഴ്ത്തി അടക്കണം. കഴിഞ്ഞു മതി. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കമത്തി കളയും. ആ പിണ്ടമില്ലേ, ചോറ് ഉരുള, അതിന്റെ മുകളിലോട്ട് വെക്കും. ആ കുമ്പളായിട്ട് നമ്മൾ കുത്തിയ കുമ്പിള് കുത്തിയ ഇല നിവർത്തി ചോറിന്റെ മണ്ടയിലോട്ട് അടക്കും. ചെയ്ത കർമ്മങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാവപ്പഴകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞു തന്നതിൽ പാവപ്പഴകൾ ഉണ്ടാകാം. അതൊക്കെ ക്ഷമിക്കണം. പിതൃക്കളുടെ അനുഗ്രഹം വേണം. ഇതിലൂടെ നിങ്ങളുടെ ചില പ്രയാസങ്ങളൊക്കെ മാറണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. എല്ലാത്തിനായിട്ടുള്ളൊരു പിതൃക്കളുടെ പ്രാർത്ഥനയാണ്. അതിനായിട്ട് ഒരല്പം പുറമോട്ട് മാറിയിട്ട് ബുദ്ധിമുട്ടുള്ളവർ മാറണ്ട. ഇതൊരിക്കുന്ന രീതിയിൽ തന്നെ ഇന്നലെ തൊഴിലുകൊണ്ടിരുന്നതാണ്. ശകലം പുറമോട്ട് മാറുക. രണ്ട് മുട്ട നിലത്ത് കുത്തി നെറ്റി നമ്മൾ കർമ്മം ചെയ്ത ഇലയുടെ ചുവട് ഭാഗത്തായിട്ട് മുട്ടിച്ച്, ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടുള്ളവരൊന്നും ഞാൻ എപ്പോൾ എങ്ങനെ ഇരുന്ന് അതുപോലെ വിനയിച്ചാൽ മതി. പ്രാർത്ഥിച്ചാണ് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഓർക്കാൻ കഴിയുന്ന ബന്ധുക്കളോടൊക്കെ അവർ ജീവനോട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് അനുഗ്രഹിക്കണം. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത കർമ്മങ്ങളിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് എന്നെയും കുടുംബത്തെയും സമസ്തരെയും രക്ഷിച്ച് അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പിതൃദോഷങ്ങൾ ശാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയവയൊക്കെയും ഈ കർമ്മത്തോടുകൂടി ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ തൃപ്തി വരുമ്പോൾ നിവർന്നിരിക്കുക വരുന്നു. പിതൃക്കളുടെ പ്രാർത്ഥനകൾ സമാപനം കഴിഞ്ഞു. പിതൃക്കളെയും നമ്മളെയും പരിപാലിക്കുന്ന ലക്ഷ്യമിരിക്കുന്ന ഭഗവാൻ ശ്രീകുണ്ഠനാഥനോടുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ പിതൃക്കളെ ഭഗവാന്റെ സന്നിധിയിൽ രക്ഷിക്കുന്നതിനായിട്ട് ഭഗവാനുള്ള പ്രാർത്ഥന. അതിനായിട്ട് തൊഴുതുകൊണ്ടിരുന്നാണ് ഭഗവാന്റെ രൂപം, മഹാവിഷ്ണുവിന്റെ രൂപം ഗുരുവായൂരപ്പൻ ശംഖുചക്ര ഗദ പങ്കജധാരിയായി നിൽക്കുന്ന ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് മനസ്സിലാക്കട്ടെ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ സമസ്താപരാധം
क्षमस्व अखिलेश मुखे मंदहासं मुखे चंद्रभासं करे चारुचक्रं सुरेशाभिवन्द्यं भुजंगे शयानं फले पद्मनाभं हरेरन्यदेवं नमन्ये नमन्ये वनमाली गदिशार्गी शंखी चक्रीज नंदगी श्रीमन नारायणो विष्णु वासुदेवो अभिरक्षतु ആ കമർത്തി അടച്ചു വെച്ചിരിക്കുന്ന ഇല നിവർത്തി വെച്ചാൽ പിണ്ടം ഉള്ള അതിൽ കൈകൊണ്ട് ഒന്ന് അമർത്തുക, അമർത്തി ഉടച്ച് അതിൽ നിന്നും ഒരു വറ്റെടുത്ത് മണപ്പിച്ച് തലയ്ക്ക് മുകളിൽ കൂടി പുറമോട്ട് നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മുപ്പന്മാരെ ആവാഹിച്ച് കിടത്തിയിരിക്കുന്ന അവരെ തിരികെ ഭഗവത് സന്നിധിയിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന സങ്കല്പമാണ്. അതിനായിട്ട് നമ്മുടെ തിളപ്പിൻ്റെ കെട്ട തലയിലെ കെട്ടഭാഗം രണ്ട് കൈ കൊണ്ട് കാഴ്ച പുറമോട്ട് വിളിച്ചാൽ രണ്ട് കൈ വിളിച്ചു കുറെ പുഷ്പം വീതി വന്നിട്ടുണ്ട്. അത് പുത്തമ്പടം വാരി എടുത്തിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആ പിണ്ടത്തിന്റെ മുകളിലായിട്ട് കൈ മലർത്തി പിടിക്കുക. ഇടരുത്, പുഷ്പം ഇടണ്ട, കൈ മലർത്തി പുഷ്പം നമ്മുടെ കൈയുള്ളതിരിക്കണം. കൈ നിവർത്തി വെള്ളത്തിങ്ങനെ പിണ്ടത്തിന് മുകളിൽ പിടിച്ച് 3 തവണ ഒന്ന് ആ പിണ്ടത്തിന് മുകളിൽ ഒഴിഞ്ഞാണ്. 3 തവണ ഒഴിഞ്ഞിട്ട് ആ പുഷ്പം മുകളിലോട്ട് അന്തരീക്ഷത്തിലേക്ക് മേപ്പോട്ട് ഇടുമ്പോൾ തിരികെ വന്നാൽ പിണ്ടത്തിൽ വീഴും. മേപ്പോട്ട് കിട്ടാണ്. കയ്യിൽ കിടക്കുന്ന പവിത്രം ഊരി എൻ്റെ കട്ടടിച്ച് ആയിലേക്ക് തന്നെ വെച്ചാൽ തൊഴിലാണ്. അനാദി നിധനോ ദേവ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പിതൃമോക്ഷ പ്രദോഭവ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ ചോറ് കളഞ്ഞിട്ട് ഇല മുകളിൽ വേണം. മറ്റേ 2 ഇലകൾ അടിയിലായിട്ട് ചോറ് കളഞ്ഞ് കർമ്മം ചെയ്ത ഇല മുകളിൽ, ബാക്കി 2 ഇല കിട്ടില്ല, അത് അതിൻ്റെ അടിയിലോട്ട്. പിണ്ട മുകളിലിരിക്കും. നമ്മളതിനെ ആറ്റിൽ ചെന്ന് മീനൂട്ടാണ്, മത്സ്യത്തിന് കൂട്ടാനായിട്ട് കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പം. സങ്കല്പമല്ല, മത്സ്യം ഉടക്കില്ല. ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് കാണുന്നില്ല. വെള്ളം കാണുമ്പോൾ നല്ല വലിയ മനുഷ്യൻ്റെ വലിപ്പമുള്ള മീനുണ്ട്. ആറ്റില് നേരത്തെ പറയുന്ന കേട്ടാണ്, താഴെ കടൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കടലിലാകുമ്പോൾ നല്ല സൗകര്യമുണ്ട്. മുങ്ങി കുളിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപകടമില്ലാതെ ഇറങ്ങി നിരഞ്ജനം ചെയ്യാനും നമുക്ക് കൈയും കഴുകി വരാനുള്ള സൗകര്യം. അപ്പോൾ കൂടുതൽ ആളുകൾ മുകളിലുള്ള 2 കടവുണ്ട് മതി. ആ 2 കടവിനായിട്ട് ഇറങ്ങി അത് ചെയ്യുക. ഇപ്പോൾ എഴുന്നേറ്റ് ഈ പിണ്ടവുമായിട്ട് എഴുന്നേറ്റ് നിന്ന് 3 തവണ തലയ്ക്ക് മുകളിലേക്ക് പിടിച്ച് 1 തവണ തലയ്ക്ക് മുകളിൽ പിടിച്ചത് പ്രദർശനമായിട്ട് നിന്നാട്ടോ. അപ്പത്തിൽ കറങ്ങിയാണ് കറങ്ങിയതിന് ശേഷം കാത്തു പിടിക്കുക. മുകളിൽ പിടിച്ചതന്നെ വേണമെന്നുള്ളവർ അങ്ങനെ വെക്കും, നിർബന്ധമില്ല. കാത്തി പിടിച്ച് സ്വസ്ഥമായിട്ട് കാറ്റിലേക്ക് പോകും. ഇവിടെ നിൽക്കുന്നവരാണ് പേപ്പർ മേലെ കടകളുണ്ട്, താഴെ ഗ്രൗണ്ടുണ്ട്. സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ മുകളിലെ കടവിൽ കയറി വരുമ്പോൾ അവിടെ പ്രത്യേക സജ്ജീകരണമുണ്ട്. താഴെ കടവിൽ പോകുന്നവർക്ക് കടവിൽ തിരിച്ചു വരുമ്പോൾ വലതു ഭാഗത്തേക്ക് വീട്ടിലേക്ക് ഒരു വഴി കാണാം. അതിലേക്ക് കയറി ചെന്നാൽ അവിടെ വസ്ത്രം മാറാനുള്ള ക്രമീകരണം അവിടെ ഉണ്ട്. പുരുഷന്മാരൊക്കെ പിന്നെ ആവുന്നതുപോലെയൊക്കെ ചെയ്യും. എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങല്ലേ, കുറച്ച് പേര് കരയ്ക്കുന്നുണ്ട്. അവര് ആ ഇറങ്ങിയവരെല്ലാം സ്നാനം ചെയ്ത് കയറി പറഞ്ഞു.
എല്ലാവരും കൂടെ ഇറങ്ങിയാൽ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് ബുദ്ധിമുട്ടാവും, അപകടമൊക്കെ ഉണ്ടാകും. ഇവിടെ 30 രൂപയാണ്